ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് റാഗി ഹൽവയാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റുമാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചില കുട്ടികളൊന്നും റാഗി പുട്ടൊന്നും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കുകയില്ല, റാഗി കുറുക്കി കൊടുത്താലും കഴിക്കുകയില്ല. അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് ശർക്കരയും നെയ്യും റാഗിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാൻ 2 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഏലക്ക ചതച്ചത്, ഒരു 1/2 ലിറ്റർ പാല്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? റാഗി അലി വേണം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അലുവ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. അപ്പോൾ ആദ്യം റാഗിപ്പൊടിക്കകത്ത് ഞാൻ ഈ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് കട്ടി പിടിക്കാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. റാഗി എന്ന് പറഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനും. വീണ്ടും ഞാൻ ബാക്കി പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അലുവ ഉണ്ടാക്കിയെടുക്കാം. റാഗി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് കുറുകി വരണം. ചെറുതായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വീണ്ടും നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. ചൂടോടുകൂടി തന്നെ കേട്ടോ പാത്രത്തിലോട്ട് ഇടണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതെടുത്ത് നോക്കാം. അപ്പം നമ്മുടെ റാഗി ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ? അപ്പം നമ്മൾ റാഗി ഹൽവ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.
ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അയക്കണേ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.